ജെസ്റ്റൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കുമ്പളങ്ങി അരൂർ കെൽ റോഡ് ഫെറി പാലം യാഥാർത്ഥ്യമാകുന്നു. ഭൂമി ഏറ്റെടുക്കൽ നടപടിയും മണ്ണ് പരിശോധനയും പൂർത്തിയായി. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുമ്പളങ്ങി അരൂർ കെൽ റോഡ് ഫെറി പാലത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു. സ്ഥലമുടമകൾ അനുബന്ധ രേഖകൾ കൈമാറി. 2016 ആദ്യ ബഡ്ജറ്റിലാണ് ടൂറിസം വില്ലേജായ കുമ്പളങ്ങിയുടെ വികസനത്തിന് മാറ്റുകൂട്ടുന്ന നിർദ്ദിഷ്ട പാലത്തിനുള്ള നടപടികൾ തുടങ്ങിയത്. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നടപ്പിൽ വരുത്താൻ തീരുമാനിക്കുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. 2.5 ഇരട്ടി നഷ്ടപരിഹാരം ഉൾപ്പെടെ കൊടുത്ത് തീർപ്പാക്കിയിട്ടുണ്ട്. മണ്ണ് പരിശോധനയും പൂർത്തീകരിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കെൽട്രോൺ കുമ്പളങ്ങി പാലത്തിൻ്റെ നിർമ്മാണ തുടക്കത്തിനു വേണ്ടി മണ്ണ് പരിശോധന ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്കായിരിക്കുകയാണ്. ഏതായാലും 2 ജില്ലകളുടെയും ചിരകാല അഭിലാഷമായ ഈ പാലം വരുന്നതോടുകൂടി ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിടുകയാണ്. ഇന്നത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ദേശീയപാതയിൽ ജനം അനുഭവിക്കുന്ന ദുരിതത്തിന് ഏറെക്കുറെ പരിഹാരം കൂടിയാവും ഈ കടത്ത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ ഇവിടെ ജങ്കാർ സർവീസ് ഏതാണ്ട് ഈ വർഷത്തോളം അവസാനിക്കാനുള്ള സാധ്യതയാണ്. അത് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടത്ത് തൊട്ടടുത്ത പ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ട് ഈ കടത്തിലൂടെ സഞ്ചരിക്കുന്ന നിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള CRZ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പാലം പണി ഉടൻ ആരംഭിക്കുമെന്ന് MLA മാരായ KG മാക്സി, ദലീമ ജോജോ എന്നിവർ പറഞ്ഞു. ഇരുകരകളുടെയും ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ കുമ്പളങ്ങി അരൂർ കെൽ റോഡ് പാലം യാഥാർത്ഥ്യമാകുന്നത് വഴി പശ്ചിമ കൊച്ചിയുമായും കണ്ടക്കടവ്, ചെല്ലാനം പ്രദേശങ്ങളിലേക്കും എളുപ്പത്തിൽ സഞ്ചരിക്കുവാൻ പറ്റുന്നതിലൂടെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് പൂവണിയുന്നതെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി B. അൻഷാദ് പറഞ്ഞു. പാലം പണി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതുവരെ ഇരുകരകളിലേക്കുള്ള കടത്ത് നിലനിർത്തണമെന്നും B. അൻഷാദ് ആവശ്യപ്പെട്ടു. അരൂർ കുമ്പളങ്ങി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ചങ്ങാട സർവീസ് നിർത്തിയിട്ട് പകരം ജനതാ അമ്മനേടം പ്രദേശം വഴിയാക്കുന്നത് അപ്രായോഗികമാണെന്നും ജനവികാരം ഉൾക്കൊണ്ട് തീരുമാനം പുനർപരിശോധിക്കുവാൻ തയ്യാറാകണമെന്നും പഞ്ചായത്ത് അധികൃതരെ അഭിനന്ദിക്കുന്നതിനായി അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അരൂർ.